നമസ്കാരം. അപ്പോൾ എന്താണ് ആധാർ ഓഫീസുമായി ബന്ധപ്പെട്ട ചെലവുകൾ? നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം ചെലവുകളുണ്ട്? ഇത് ധാരാളം പേർക്ക് ഉള്ളൊരു ചോദ്യമാണ്. കാരണം പലർക്കും പേടിയാണ്, ഇത് എത്ര രൂപ ഇതിനകത്ത് കണ്ടെത്തണം. അപ്പം നിലവിൽ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്. ഒരു ഷോർട്ട് വീഡിയോസാണ് മിക്കത്, 5 മിനിറ്റൊക്കെ. എനിക്ക് വന്നത് അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ ആളുകൾക്ക് ഇച്ചിരി ഷോർട്ട് വീഡിയോസിനോടായിരിക്കും താല്പര്യം, പെട്ടെന്ന് കണ്ടു പോകാമെന്നുള്ള ഒരു ചിന്ത. പക്ഷേ അതിൻ്റെ ഒരു ന്യൂനത എന്താ വെച്ചാൽ ധാരാളം ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വീണ്ടും കമൻസിൽ വന്ന് ചോദിക്കുകയും മറുപടി പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ. എന്നിട്ടും ചോദ്യങ്ങൾക്ക് അവസാനമില്ലാത്തതുകൊണ്ട് വീണ്ടും പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. എന്ന് വെച്ചാൽ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു കാര്യം അറിയണമെങ്കിൽ അതിന് വേണ്ട സമയം നീക്കി വയ്ക്കണം. അതുകൊണ്ടാണ് ഞാനിതൊരു കംപ്ലീറ്റ് ഗൈഡ് ചെയ്യാൻ ആഗ്രഹിച്ചത്. ഇതിൽ നമ്മൾ നീക്കി വയ്ക്കുന്ന 20 മിനിറ്റോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ഡീറ്റെയിൽസ് അതിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ സംശയങ്ങൾ തീരെ കുറയും, അറിയേണ്ട കാര്യം അറിയാനും പറ്റും. എന്നിരുന്നാലും എല്ലാവർക്കും എല്ലാം അറിയണമെന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരാൾക്ക് അറിയേണ്ടത് ഡോക്യുമെൻറ്റേഷൻ റൈറ്ററിനെ പറ്റിയായിരിക്കും, മറ്റൊരാൾക്ക് അറിയേണ്ടത് വാല്യുവേഷനെ പറ്റിയായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ ടോപ്പിക്കിൻ്റെയും മാത്രം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ടൈം ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കേണ്ടത് മാത്രം അതിൻ്റെ ടൈമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് മാറിക്കോളും. ആ ഭാഗം മാത്രം കേട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ മാക്സിമം ഇതൊരു കംപ്ലീറ്റ് ഗൈഡായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും അവശേഷിക്കാത്ത രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് മൊത്തം ചിലവ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കൂടാതെ നമ്മൾ ആ കൂട്ടത്തിൽ അറിയേണ്ടത് സർക്കാർ എങ്ങനെയാണ് നിങ്ങൾ വാങ്ങിച്ച വസ്തുവിനെ അതിൻ്റെ പർച്ചേസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സർക്കാരിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഈ കോസ്റ്റ് മാത്രമല്ല, പർച്ചേസ് എമൗണ്ടും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ ഇതിന് ബേസിക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നിങ്ങളുടെ കോസ്റ്റ് എന്ന് പറഞ്ഞത് ഗവൺമെൻറ് ടാക്സ് വരും, പിന്നെ ആധാർ എഴുത്തുകാരുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം, പിന്നെ ആ പ്രോപ്പർട്ടിയിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ വില കണക്കാക്കുന്നത് ഒരു സർക്കാർ പ്രൊസീജിയർ വഴിയാണ്. അതിന് റെസ്പെക്റ്റീവ് എൻജിനീയേഴ്സിന് പൈസ കൊടുക്കണം. പിന്നെ ഇതെല്ലാം ചെയ്യുന്നത് കമ്പ്യൂട്ടർ വെച്ചാണ്. DTP കോസ്റ്റ് ഉണ്ട്. ഇത്രയും കോസ്റ്റ് നിങ്ങൾക്ക് കയറി വരും. പിന്നെ ഗവൺമെൻറ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പർച്ചേസ് എമൗണ്ടിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത് ആക്ച്വൽ പർച്ചേസ് എമൗണ്ട് വെച്ചും ചെയ്യാം. ആക്ച്വൽ പർച്ചേസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ വാങ്ങുമ്പോൾ ഒരു മോഹവില വെച്ചായിരിക്കും വാങ്ങുക. ഈ മോഹവില എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കാഴ്ചപ്പാടിലുള്ളത് 10 ഇരട്ടി 5 ഇരട്ടി അങ്ങനെ വലിയൊരു മടങ്ങ് തുകയായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കണ്ടമാനം ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ രണ്ടുപേർക്കും ദോഷമില്ലാത്ത രീതിയിൽ സർക്കാരിന് കിട്ടേണ്ട ടാക്സ് കിട്ടുകയും ചെയ്യണം, എന്നാൽ നമുക്ക് വലിയ തോതിൽ ടാക്സ് ബാധ്യത വരാത്ത രീതിയിലും അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ ഫെയർ വാല്യൂ പിന്നെ വാല്യുവേഷൻ, ബിൽഡിംഗ് വാല്യുവേഷനൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്നത് ഫെയർ വാല്യൂ ആണ്. ഫെയർ വാല്യൂ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത് ഭൂമിയുടെ വില മാത്രമേ ആവുന്നുള്ളൂ. പിന്നെ ബിൽഡിങ്ങിൻ്റെ വില എൻജിനീയർ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഈ പ്രോപ്പർട്ടി മേടിച്ചപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് മറ്റൊരു വ്യക്തിയിൽ നിന്ന് വഴി വാങ്ങിച്ചു, അതിനൊക്കെ പൈസ കൊടുക്കണം. അതിനാണ് ഞാൻ റൈറ്റ്സ് പർച്ചേസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് നിശ്ചിതമായിട്ട് താഴെ പഠിക്കാം, മനസ്സിലാക്കാം. ഇത് കൂടാതെ ഒരു കാര്യം കൂടി ഇതിലൂടെ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് നിങ്ങൾ ഈ ആധാരം സ്വയം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം ഈ പറയുന്ന ടിപ്പ് ശ്രദ്ധിച്ചാൽ മതി, അല്ലാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ സ്വയം ആധാരം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ, ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ആധാരം എഴുതാം എന്നുള്ള രീതിയിൽ. അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തേക്കണത്. കാരണം ഞാൻ സ്വയം ചെയ്ത വ്യക്തി ആയതുകൊണ്ട് എല്ലാ അറിവും അനുഭവവും അതിനകത്ത് എഴുതിയിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഈ സെക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ സെക്ഷനിൽ നിങ്ങളുടെ അടുത്ത് ചില വീഡിയോയിൽ പോകാനും ചില ഭാഗങ്ങൾ കേൾക്കാനും പറയുന്നുണ്ട്, ജമ്പ്. അപ്പോൾ അതിൽ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എമൗണ്ട് അസസ്ഡ്. അപ്പോൾ ഈ ഓൺലൈനായിട്ട് നിങ്ങൾ ഡീഡ് ആപ്ലിക്കേഷനൊക്കെ ചെയ്യുമ്പോൾ, സ്വയം ചെയ്യുമ്പോൾ എമൗണ്ട് അസസ്ഡ് ചോദിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് പർച്ചേസ് എമൗണ്ടാണ്. അപ്പോൾ ഈ എമൗണ്ട്, പർച്ചേസ് എമൗണ്ട് നമ്മളിവിടെ പറഞ്ഞ പർച്ചേസ് എമൗണ്ട്, ഈ എമൗണ്ട് നിങ്ങളിവിടെ എൻ്റർ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ SROയുടെ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസ് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഇതൊന്ന് അറിഞ്ഞിരിക്കുക, ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം പറഞ്ഞതുള്ളൂ. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആധാരം നിങ്ങൾ വക്കീലിനെ ആധാര എഴുത്തുകാരനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ സെക്ഷൻ നിങ്ങൾക്ക് റിലവൻ്റ് അല്ല. ഇനി നമുക്ക് ഓരോന്നിലേക്ക് കടക്കാം. ഗവൺമെൻറ് ടാക്സ്. ഗവൺമെൻറ് ടാക്സിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ഫെയർ വാല്യൂ ആണ്. ഫെയർ വാല്യൂ സർക്കാർ എന്താ ചെയ്തത്? സർക്കാർ മിക്കവാറും കേരളത്തിലുള്ള എല്ലാ ഭൂമിയിലും മിക്കവാറും വില കണ്ടെത്തി കഴിഞ്ഞു. അത് സർക്കാർ ഈ ഓൺലൈൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വാങ്ങുന്ന ഭൂമിയുടെ കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ വാങ്ങുന്ന ഭൂമിയുടെ കരം അടിച്ച രസീത് നിങ്ങൾ ഈ വിൽക്കുന്ന ആളുടെ നിന്ന് മേടിക്കണം. മേടിച്ചിട്ട് ബ്ലോക്ക് നമ്പർ അറിയണം, പിന്നെ സർവേ നമ്പർ അറിയണം. സർവേ നമ്പറാണ് ശരിക്കും നിങ്ങളുടെ ഭൂമിയുടെ യൂണിക് അഡ്രസ്സ്. അപ്പോൾ ഈ ബ്ലോക്ക് നമ്പർ കൈപ്പറ്റിയ ശേഷം, അപ്പോൾ ബ്ലോക്ക് നമ്പർ എങ്ങനെ മനസ്സിലാക്കുന്നുള്ളത് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് കരടിച്ച രസീത് തന്നു. ഇപ്പോൾ ഭൂമിയുടെ കര അടിക്കുന്നത് എവിടെയാണ്? ഒന്നല്ലെങ്കിൽ വില്ലേജിലായിരിക്കും, അല്ലെങ്കിൽ പഞ്ചായത്തിലായിരിക്കും. ഇതാണ് രസീത്. ഈ രസീതിൽ അദ്ദേഹം തന്ന രസീത് നിങ്ങൾ വാങ്ങുന്ന ഭൂമിയാണെന്ന് അദ്ദേഹത്തിൻ്റെ ആധാരത്തിൻ്റെ പകർപ്പൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. ആ പകർപ്പ് നോക്കി വെരിഫൈ ചെയ്യണം. അതായത് തണ്ടപ്പേര് മാച്ചിങ് ആണോ, ഈ തണ്ടപ്പേര് മാച്ചിങ് ആണോ ആധാരത്തിൽ. പിന്നെ ആധാരത്തിൽ ഒരു നടുക്കലത്തെ ഒരു പേജ് കഴിയുമ്പോൾ പട്ടിക ഉണ്ടാവും, വസ്തുവിൻ്റെ പട്ടിക. ആ പട്ടികയിൽ ബ്ലോക്ക് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ആ തീയതിയാണ് 7 എന്നാണ്. പിന്നെ അതിനകത്ത് സർവേ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, റീസർവേ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഏരിയ മെൻഷൻ ചെയ്ത്. ഇതൊക്കെ നിങ്ങൾ ആധാരമായിട്ടൊന്ന് തട്ടിച്ച് നോക്കണം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആകെ ആവശ്യം ബ്ലോക്ക് നമ്പറാണ്, പിന്നെ സർവേ നമ്പറാണ്. സർവേ നമ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും റീസർവേ നമ്പർ ആയിരിക്കും. പിന്നെ ഈ സർവേ നമ്പറിൽ ചില കേസുകളിൽ സബ് ഡിവിഷൻ നമ്പർ വരാറുണ്ട്. അപ്പോൾ ഈ 17 എന്ന് പറഞ്ഞ സർവേ നമ്പറാണ്, അതിൻ്റെ സബ് ഡിവിഷൻ നമ്പറാണ് ഈ 4-2-2. അതും നോട്ട് ചെയ്യുക. ഇത്രയും അറിഞ്ഞിട്ട് വേണം നേരത്തെ പറഞ്ഞ ഈ IGR വെബ്സൈറ്റിൽ പോകാൻ. IGR വെബ്സൈറ്റിലാണ് ഫെയർ വാല്യൂ ഉള്ളത്. IGR വെബ്സൈറ്റിൻ്റെ സ്ക്രീൻ ഇങ്ങനെ ഇരിക്കും. ഫെയർ വാല്യൂവിൽ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് സ്ക്രീനാണിത്. ഇത് പറയുന്ന എല്ലാം എൻ്റർ ചെയ്യുക. തിരുവനന്തപുരം, RDO, നെടുമങ്ങാട്, അരുവിക്കര നിങ്ങളുടേതായത് നിങ്ങൾ എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബ്ലോക്ക് നമ്പർ ഇടുക, നിങ്ങളുടെ ബ്ലോക്ക് നമ്പർ കേട്ടോ. എന്നിട്ട് വ്യൂ ഫെയർ വാല്യൂ എൻ്റർ ചെയ്യുക, പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ഈ സ്ക്രീനിൽ നിങ്ങൾ എൻ്റർ ചെയ്ത ഡിസ്ട്രിക്റ്റും താലൂക്കൊക്കെ കാണിക്കും, അത് ബ്ലോക്ക് നമ്പറും കാണിക്കും. ബ്ലോക്ക് നമ്പർ മാറാൻ പാടില്ല. അതിന് ശേഷം അത് എല്ലാ റീസർവേ നമ്പറും ലിസ്റ്റ് ചെയ്യും. അതുപോലെ സബ് ഡിവിഷൻ നമ്പർ ഉണ്ടെങ്കിൽ അതും ലിസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം നിങ്ങളുടെ വസ്തു. അതല്ല നേരിട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലോക്ക് നമ്പറിൻ്റെ ഒപ്പം റീസർവേ നമ്പറും റീസർവേ സബ് ഡിവിഷൻ നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുത്താൽ മതി. അപ്പോൾ നേരിട്ട് നിങ്ങളുടെ വസ്തു കാണിക്കും. നിങ്ങളുടെ ഇഷ്ടം. ഇനി ഉദാഹരണത്തിന് നിങ്ങളുടെ ബ്ലോക്ക് 40 വിചാരിക്കുക. അതിൽ റീസർവേ നമ്പർ 10 സബ് ഡിവിഷൻ നമ്പർ 1. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഓൾറെഡി ആ വസ്തുവിൻ്റെ ലാൻഡ് ടൈപ്പ് എന്ത് തരം ഭൂമിയെന്ന് സർക്കാർ ഓൾറെഡി നിശ്ചയിച്ചു കഴിഞ്ഞു. അതൊരു റെസിഡൻഷ്യൽ പ്ലോട്ടാണ്. അതിൽ പഞ്ചായത്ത് റോഡോ മുനിസിപ്പാലിറ്റി റോഡോ കോർപ്പറേഷൻ റോഡോ ഉണ്ട്. അതിൻ്റെ വില 6 രേഖപ്പെടുത്തിയിരിക്കുന്നത്, സെൻറ്റിലല്ല, 6.
ഈ പുതിയ യൂണിറ്റാണ്. പുതിയ യൂണിറ്റ് അല്ല, നമുക്ക് സാധാരണക്കാർക്ക് പരിചയമില്ല, എങ്കിലും അതൊരു സെൻറ്റ് പോലത്തെ വേറൊരു യൂണിറ്റാണ്. ഒരു ആറിന് അവർ നിശ്ചയിച്ചിരിക്കുന്നത് 79,200 രൂപയാണ്. ഇത്ര കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഫെയർ വാല്യൂ ആണ് ഈ കാണുന്നത്, ഒരു 6-നുള്ള. നിങ്ങൾക്ക് ചിലപ്പോൾ 5-6 ഉണ്ടാവാം. 5-6 നിങ്ങൾ ഈ തുകേനെ 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൂമിയുടെ ഫെയർ വാല്യൂ ആയി. ഇനി ഈ വെബ്സൈറ്റിൽ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് ഇതിൻ്റെ താഴെ വീണ്ടും ഒരു ഭാഗം കാണാൻ പറ്റും. അത് ആഡിയോ ആയിട്ട് ബന്ധപ്പെട്ടാണ്. എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ ഇത് എല്ലാം സർവേ ഈ ഫെയർ വാല്യൂ എല്ലാ ഭൂമിയിലും വരാത്തപ്പോൾ നമുക്ക് ഫെയർ വാല്യൂ ആവശ്യം വന്ന ഒരു സാഹചര്യം ചില ഭൂമിയിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡിയോയ്ക്ക് അപേക്ഷ കൊടുക്കും. പറയും ഞങ്ങളുടെ ഭൂമി ഫെയർ വാല്യൂയിൽ പെട്ടിട്ടില്ല, അത് പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ആഡിയോ അത് പ്രോസസ്സ് ചെയ്തിട്ട് വീണ്ടും ഈ വെബ്സൈറ്റിൽ ആ എൻട്രി വരും. അതുകൊണ്ടാണ് ഇവിടെ ആഡിയോ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലും നിങ്ങൾ നോക്കണം, താഴത്തേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്ത് നോക്കണം. ഇതൊക്കെ ഒറ്റ ഷീറ്റിൽ ഒറ്റ പേജിൽ വരുന്നതാണ്. ഇനി ചില കേസിൽ അപ്പീൽ പോകും. അപ്പോൾ ആഡിയോ തുക നിശ്ചയിച്ചു, നിങ്ങൾക്ക് എതിർപ്പുണ്ട്, നിങ്ങൾ അപ്പീൽ കൊടുക്കും കളക്ടർക്ക്. അപ്പോൾ കളക്ടർ അത് തീരുമാനമാക്കിയിട്ട് അത് കളക്ടറിൻ്റെ ലിസ്റ്റിൽ വരും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നിങ്ങളുടെ വസ്തു ഉണ്ടാവും. ഇനി അപൂർവം കേസിൽ ഈ 2022 കാലഘട്ടത്തിൽ നിങ്ങളുടെ ഭൂമി ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഒന്നല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീട് ഇപ്പോൾ ഒരു പഞ്ചായത്ത് റോഡിലാണെന്ന് വിചാരിക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് വീടുകളുണ്ടല്ലോ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളുണ്ട്. പഞ്ചായത്ത് റോഡിൻ്റെ മുൻവശം വരുന്നത്, പഞ്ചായത്ത് റോഡിന് മുൻവശം വരുന്ന അപ്പുറം ഇപ്പുറമുള്ള റോഡുകളിലുള്ള സർവേ നമ്പർ നോട്ട് ചെയ്യുക. സർവേ നമ്പർ നോട്ട് ചെയ്തിട്ട് അത് ഈ വെബ്സൈറ്റിൽ ഉണ്ടോയെന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ആ ഫെയർ വാല്യൂ ഉപയോഗിച്ചാൽ മതി. കാരണം നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ഈ പറയുന്ന പഞ്ചായത്ത് റോഡുള്ള മുൻവശമുള്ള അതേ ഫെയർ വാല്യൂ നിങ്ങൾക്ക് ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. നിങ്ങളുടെ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി അത് നിങ്ങൾ പറയണ ആധാരെഴുത്തുകാരായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്യണം. അത് ഓക്കെ ആണെന്ന് ആധാരെഴുത്തുകാരൻ പറയണം. അതുപോലെ SRO ഓഫീസറായിട്ട് ആധാരെഴുത്തുകാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരിക്കലും ഇതെല്ലാം കഴിഞ്ഞ് മുദ്രപത്രവും മേടിച്ച് എല്ലാം പൈസയും മുടക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒബ്ജക്ഷൻ വരാൻ പാടില്ല. അതുകൊണ്ട് ആധാരെഴുത്തുകാരൻ SRO ഓഫീസറെ കണ്ട് അത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇവിടെ ഒരു നമ്മൾ സാധാരണ പോകുന്ന ഒരു SRO വെബ്സൈറ്റിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുന്നതുകൊണ്ടാണ് ഈ മാറ്റം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ദൂരീകരിക്കണം. നിങ്ങൾ സ്വയം ചെയ്യുന്നതെങ്കിൽ ആധാരം നേരിട്ട് SRO ഓഫീസറെ കാണുകയും അത് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹമായിട്ട് സെയിം പേജിൽ വരണം. ഇനി അഡ്ജസ്റ്റൻ്റ് അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു വീടും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒന്നല്ലെങ്കിൽ SRO ആയിട്ട് സംസാരിച്ച് മാർക്കറ്റ് വാല്യൂ ഉപയോഗിക്കുക. മാർക്കറ്റ് വാല്യൂ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് ടാക്സിൽ വലിയ വ്യത്യാസങ്ങൾ വരും. അത് നിങ്ങൾക്ക് സ്വീകാര്യമില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ആഡിയോയ്ക്ക് അപേക്ഷ കൊടുക്കുക. ആഡിയോയ്ക്ക് അപേക്ഷ കൊടുത്ത് 1-2 മാസം കഴിഞ്ഞ് തീരുമാനമാവും. പക്ഷേ ആഡിയോയുടെ തുക വലുതാണ്, പിന്നെ അപ്പീലിന് കൊണ്ടുവരും കളക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻസ്. അത് ആലോചിച്ച് ചെയ്യാം. ഇനി കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഫെയർ വാല്യൂ കിടക്കുന്നത് 6-ലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് കൺവേർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1 ഏക്കർ സ്ഥലം മേടിക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർമുല, ഈ ഇക്വേഷൻ ആവശ്യമായിട്ട് വരും. 1 ഏക്കർ എന്ന് പറഞ്ഞാൽ 40.5 6-ആണ്. അപ്പോൾ 1 ഏക്കർ സ്ഥലം മേടിക്കണമെങ്കിൽ 40.5 ഗുണം ഫെയർ വാല്യൂ ചെയ്താൽ മതി. നിങ്ങൾക്ക് സ്ക്വയർ യാർഡിൽ സ്ഥലം കിടക്കുകയാണെങ്കിൽ ഇത് ആദ്യം പിടിച്ച് സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അത് 9 സ്ക്വയർ ഫീറ്റാണ്. എന്നിട്ട് ഈ സ്ക്വയർ ഫീറ്റിനെ 6-ലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടിയ സ്ക്വയർ ഫീറ്റ് ഹരണം 1076 ചെയ്ത് കഴിഞ്ഞാൽ അത് 6-ലേക്ക് മാറി. അതുപോലെ ഓരോന്നും സെൻറ്റ് ആണെങ്കിൽ സെൻറ്റ് ഹരണം 2.47 ചെയ്ത് 6-ആയി. സ്ക്വയർ മീറ്ററിൽ കിടക്കണമെങ്കിൽ എത്രയാണ് സ്ക്വയർ മീറ്റർ ഹരണം 100 ചെയ്ത് കഴിഞ്ഞാൽ 6-ആയി. എന്നിട്ട് 6-ലേക്ക് മാറ്റിയ ശേഷം ഗുണം എന്ത് ചെയ്യണം? ഫെയർ വാല്യൂ ചെയ്യണം. ഇനി അടുത്ത എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ബിൽഡിംഗ് വാല്യുവേഷനാണ്. ബിൽഡിംഗ് വാല്യുവേഷൻ സർക്കാരിന് കൃത്യമായ മാനദണ്ഡമുണ്ട്.
സർക്കാരിന് അറിയണം അതിലിരിക്കുന്ന ബിൽഡിങ്ങിന് വില എത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് SRO ഓഫീസറായിട്ട് ബന്ധപ്പെടാം. അതല്ല നിങ്ങൾ ഇത് ഏജൻറ്റിനെ ഏൽപ്പിച്ചേക്കണമെങ്കിൽ അവർ ചെയ്തോളും. അവർക്ക് വാല്യുവേഷൻ ചെയ്യാനുള്ള എഞ്ചിനീയേഴ്സ് ഉണ്ട്. സ്വയം ചെയ്യുകയാണെങ്കിൽ SRO ഓഫീസറെ കാണുക. അദ്ദേഹം പറയും ഈ ഓഫീസിൽ സാധാരണ ചെയ്യുന്ന വാല്യുവേഷൻ ചെയ്യുന്നവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് തരും. കാരണം ഇത് SRO ഓഫീസിൻ്റെ ആവശ്യമാണ് നമ്മൾ പോയി ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവരത് ഗൈഡ് ചെയ്യണം. നമ്മൾ ഒരു വിനയപൂർവ്വം നമ്മുടെ അവർ വേണ്ട സഹായം ചെയ്യും. പിന്നെ ഇനി നിങ്ങൾ സ്വയം ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഇത് ബിൽഡിംഗ് വാല്യുവേഷൻ ചെയ്യുന്നത് ഒന്നുകിൽ ഗവൺമെൻറ് എഞ്ചിനീയേഴ്സ് ചെയ്തു തരും. അപ്പോൾ അതിന് നിങ്ങൾ PW ഓഫീസിൽ പോകണം. അവിടുത്തെ ഡെസിഗ്നേറ്റഡ് എഞ്ചിനീയേഴ്സിനെ കാണണം. അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പിന്നെ മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിലും ഈ ബിൽഡിംഗ് സെക്ഷൻ ഉണ്ട്, അവിടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർക്കും ചെയ്തു തരാൻ പറ്റും. പക്ഷെ അവർ നിങ്ങളുടെ ബിൽഡിങ് വാല്യുവേറ്റ് ചെയ്യുമ്പോൾ മോഹവിലയുടെ അടുത്ത് വരുന്ന തുകയായിരിക്കും അവർ എൻ്റർ ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് വാല്യുവേഴ്സിനെയാണ്. ഇപ്പോൾ SRO പരിസരത്തോ അല്ലെങ്കിൽ SRO സജസ്റ്റ് ചെയ്യുന്ന വാല്യുവേഴ്സിനെ 1-2 പേരെ നമ്മൾ ബന്ധപ്പെട്ട് അവർ ഫീസൊക്കെ ചർച്ച ചെയ്ത ശേഷം അവർ വലിയ ഇത് തരും നിങ്ങൾക്ക് നിങ്ങളുടെ ബിൽഡിങ്. അപ്പം അങ്ങനെയാകുമ്പോൾ പ്രൈവറ്റ് വാല്യുവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ബിൽഡിംഗ് വാല്യൂ മോഹവിലയുടെ അടുത്ത് വരാതെ ഒരു റീസണബിളായുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ടാക്സും റീസണബിളായിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ അണ്ടർ വാല്യുവേഷൻ ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുകയാണ് പ്രൈവറ്റ് വാല്യുവേറിനോട് കുറച്ചിടാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിട്ട് തരും. പക്ഷേ അതിന് പിന്നീട് റിസ്ക് ഉണ്ട്. കാരണം അണ്ടർ വാല്യുവേഷൻ വരും. ഓഡിറ്റ് കാര്യങ്ങൾ SROയിൽ നടക്കുമ്പോൾ നിങ്ങളുടെ അണ്ടർ വാല്യുവേഷൻ വരും, നിങ്ങൾക്ക് നോട്ടീസ് വരും. പിന്നെ അത് അനാവശ്യ തലവേദനയാണ്. അപ്പോൾ നിയമം പാലിക്കുന്നതും മാന്യമായ വാല്യുവേഷൻ നടത്തുന്നതാണ് ശരി. അപ്പോൾ പ്രൈവറ്റ് എഞ്ചിനീയർ സജസ്റ്റ് ചെയ്യുന്ന തുക ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാൻ ചെയ്ത വാല്യുവേഷൻ, എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ചെയ്ത ബിൽഡിംഗ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇത് കേരള സ്റ്റാമ്പ് ആക്ടിൻ്റെ ഭാഗമാണ്. അണ്ടർ സെക്ഷൻ 28 കൃത്യമായ ഒരു ഫോർമാറ്റ് ഇതിനുണ്ട്. മാത്രമല്ല ഈ വാല്യൂ ചെയ്യുന്ന എഞ്ചിനീയറുടെ കൃത്യമായ എല്ലാ ഡീറ്റെയിൽസും ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ്, ലൈസൻസ്, അദ്ദേഹം ആരാണ്, എല്ലാം ഇവിടെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഉറപ്പുവരുത്തണം അതിലുണ്ടെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് എന്ന് അദ്ദേഹം ഇൻസ്പെക്ട് ചെയ്തു, നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതിൻ്റെ അഡ്രസ്സ്, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നമ്പർ, ബിൽഡിംഗ് നമ്പർ, അത് ഏത് ബ്ലോക്കിലിരിക്കണം, അതിൻ്റെ റിസർവേ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം നിങ്ങളുടെ ബിൽഡിംഗ് വാല്യുവേറ്റ് ചെയ്തത്, അതിൻ്റെ സ്ക്വയർ മീറ്റർ റേറ്റ് എത്ര ഇട്ടു, അതെല്ലാം വരെ, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് നിങ്ങൾക്ക് ബിൽഡിങ്ങിന്, അതെല്ലാം അതിനകത്തുണ്ടാവും. അവസാനം അദ്ദേഹം തുക കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ കുറച്ച് പഴകിയ ബിൽഡിങ്ങാണ് ഡിപ്രീഷിയേഷൻ കഴിഞ്ഞിട്ടുള്ള തുക 8 ലക്ഷം രൂപ അദ്ദേഹം ടോട്ടൽ വാല്യൂ ഇട്ട് വിടാൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ പേര്, ഒപ്പ്, കാര്യങ്ങൾ, സീല്, ഇത്രയും കാര്യങ്ങളുണ്ടാവും ആ സർട്ടിഫിക്കറ്റിൽ. പിന്നെ നിങ്ങൾ സ്വയം ആധാരം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ 1B ആവശ്യം വരും. ആ ഫോൺ 1Bയിൽ കൃത്യമായിട്ട് നിങ്ങൾ ഭൂമിയുടെ വില, ഫെയർ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഭൂമിയുടെ സർവേ നമ്പർ, സബ് ഡിവിഷൻ നമ്പർ എല്ലാം അതിനകത്ത് വരും. പിന്നെ നിങ്ങൾ അതിലിരിക്കുന്ന കെട്ടിടം, അത് നിങ്ങൾ ഈ ഫോമിൽ മെൻഷൻ ചെയ്യും, വിശദീകരിച്ച് മെൻഷൻ ചെയ്യും. അതിൽ ഈ പറയുന്ന ഓരോ കെട്ടിടത്തിൻ്റെ റൂഫിങ് എങ്ങനെയാണ്, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, കോൺക്രീറ്റ് ആണോ, അങ്ങനെ അവസാനം നിങ്ങൾ ഈ പറയുന്ന എഞ്ചിനീയർ ഇട്ട വില എത്രയാണ്, എല്ലാം കൂട്ടും, അതിനകത്ത് എഴുതും. അവസാനം ആകത്തുക ഇവിടെ എഴുതും. ഈ ആകത്തുകയാണ് ഗവൺമെൻറ് ടാക്സിന് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി എന്താണ്, ഇൻ കേസ് നിങ്ങൾ ഈ കെട്ടിടം ഈ വസ്തു വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് നടക്കാനുള്ളൊരു വഴി മറ്റൊരു വ്യക്തിയിൽ നിന്ന് വാങ്ങിയെന്ന് വിചാരിക്കുക. അത് എക്സ്ട്രാ റൈറ്റ്സ് ആണ്. ഇനി അതല്ലാതെ നിങ്ങൾ ഈ വസ്തു വാങ്ങിയപ്പോൾ അതിൽ കൂട്ടവകാശം ഉണ്ടായിരുന്നൊരു വ്യക്തി ആ റൈറ്റ്സ് റിലീസ് ചെയ്തു, അയാളുടെ റൈറ്റ്സ്. അപ്പോൾ അത് നിങ്ങൾ പണം അടിച്ചിട്ടുണ്ടാവാം, കൊടുത്തിട്ടുണ്ടാവാം. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതാണ് വേറൊരു ചിലവിനകത്ത് വരുന്നത്. ഇതെല്ലാം കൂട്ടണം. ഇതെല്ലാം കൂട്ടിയ ശേഷമാണ് ടോട്ടൽ പർച്ചേസ് എമൗണ്ട് വരുന്നത്. ഇനി ടോട്ടൽ പർച്ചേസ് എമൗണ്ട് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? ഇതെല്ലാം കൂട്ടണം. ഇതെല്ലാം കൂട്ടി
കൂട്ടിക്കഴിഞ്ഞ് ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടി സർക്കാർ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ കേരള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇടതുവശത്ത് സർവീസസ് ഒരു ഭാഗത്ത് സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഫീസും ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലെ എല്ലാ ഫീസും കാണാൻ പറ്റും. ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം, എന്നാലാണ് വെച്ചാൽ കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം പലതരത്തിലുള്ള ആധാരങ്ങളാണ്. ഇത് അതിൻ്റെയൊക്കെ സ്റ്റാമ്പ് ഡ്യൂട്ടി, ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്, കമൻസ്, എക്സാമ്പിൾസ്. കൂടുതലും നമ്മൾ ബന്ധുക്കളുടെ ഇടയിൽ അച്ഛൻ, അമ്മ, മക്കൾ അവരുടെ ഇടയിൽ നടക്കുന്ന ആധാരങ്ങൾക്ക് നമ്മൾ പറയുന്നത് ഇഷ്ടദാനം, ധനനിശ്ചയം എന്നൊക്കെയാണ്. അത് കൂടാതെ പറയുന്ന പേര് ഭാഗ ഉടമ്പടി, പാർട്ടീഷൻ, ഒഴിമുറി, റിലീസ്, റിലിംഗ്വിഷ്, ദാനം. ഇതൊക്കെയാണ് സാധാരണ കുടുംബങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. അതൊരു കൈമാറ്റമാണ്. ശരിക്കും അതൊരു ബിസിനസ്സല്ല, കൈമാറ്റമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ അതിന് വളരെ കുറഞ്ഞ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസുമാണ് എടുക്കുന്നത്. പകരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെയിൽ, ഇതിൽ കച്ചവടം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് അന്യ വസ്തു ആളിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്, നമ്മളതൊരു ബിസിനസ്സായിട്ടാണ് സർക്കാർ അതിനെ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെറും 0.2% ഇവിടെ. അതിന് എത്രയോ മടങ്ങ് ഇവിടെ കൂടി. അതുപോലെ ഇതാണെങ്കിലും ഇരട്ടിയാക്കി, അതായത് രജിസ്ട്രേഷൻ ഫീസ് 8ഉം 2ഉം ആക്കി. അതിലും വീണ്ടും കണ്ടീഷൻസ് സർക്കാർ വെച്ചിട്ടുണ്ട്. ഈ സെയിൽ ഡീഡ് അഥവാ തീരാധാരത്തിൽ വീണ്ടും കണ്ടീഷൻ വെച്ചേക്കാണ്. അതായത് നമ്മൾ ഉപയോഗിക്കാൻ വാങ്ങി, അതൊരു കാര്യം. നമ്മൾ വാങ്ങിയിട്ട് വീണ്ടും വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ അത് വേറെ രീതിയിലാണ് ടാക്സ് ഈടാക്കുന്നത്. നമുക്ക് നോക്കാം. ഇഷ്ടദാനം, ഒരു 10 ലക്ഷം രൂപയുടെ എക്സാമ്പിൾ നോക്കാം. 10 ലക്ഷം രൂപയുടെ ഒരു ഭൂമിയാണ് വാങ്ങിയത്, ഒരു 6 ഭൂമി. അപ്പോൾ അതിൻ്റെ ഫെയർ വാല്യൂ 10 ലക്ഷമാണ്. ഇനി അതിലൊരു ബിൽഡിംഗ് ഉണ്ട്, അതിന് നമ്മുടെ എൻജിനീയർ 8 ലക്ഷം രൂപ കണക്കാക്കി. അപ്പോൾ 18 ലക്ഷം രൂപയായി. അപ്പോൾ അതിൻ്റെ സ്റ്റാമ്പ് 3600 രൂപ വരും, രജിസ്ട്രേഷൻ ഫീസ് 18,000 രൂപ വരും. അപ്പോൾ ഈ പറയുന്ന 18 ലക്ഷത്തിൻ്റെ 0.2% ആണ് 3600. 1% ഏത് 18,000. ഇനി സെയിലിലേക്ക് പോകാം. സെയിലിൽ പോകുമ്പോൾ വളരെയധികം തുക മാറുന്ന കാണാൻ പറ്റും, ലക്ഷങ്ങൾ കിടക്കും. ഇതേ എക്സാമ്പിളിൽ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി എത്രയായി? 1,44,000 ആയി. കാരണം അത് 8%. രജിസ്ട്രേഷൻ ഫീസ് ഇരട്ടിയായി, 36,000 രൂപയായി. ഇനി ഇത് കച്ചവടത്തിന് വേണ്ടി ഉള്ളൊരു ഇടപാടായിരുന്നെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ ആയിരുന്നെങ്കിൽ സർക്കാർ, അതായത് നിങ്ങൾ ജാനുവരി മേടിച്ച് ഫെബ്രുവരിയിൽ വിൽക്കുകയാണ്, 3 മാസം പോലും തികഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നിങ്ങൾ ഈ ജാനുവരിയിൽ മേടിച്ചല്ലോ, അപ്പോൾ ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇരട്ടി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുത്തത് 1.44 ലക്ഷം ആണെങ്കിൽ 2.88 കൊടുക്കണം സ്റ്റാമ്പ് ഡ്യൂട്ടി. അതുപോലെ രജിസ്ട്രേഷൻ ഫീസ് സെയിമാണ്, മാറ്റമില്ല. ഇനി നിങ്ങൾ വാങ്ങിയ സ്ഥലം ജാനുവരി മേടിച്ചു, ഏപ്രിലാണ് വിറ്റെന്ന് വെച്ചോ, അതായത് 3 മാസം കഴിഞ്ഞു, എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് 1.5% ആവും. 2 ഇരട്ടിക്ക് പകരം 1.5 ഇരട്ടിയായി. അപ്പോൾ 1.44 ഗുണം 1.5 കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 2.5 ലക്ഷമോ 2.25 ലക്ഷമോ വരെയായിരിക്കും. ഇനി ഈ ദാനാധാരത്തിൽ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല, ചാർജ് കുറവാണ്, ടാക്സ് കുറവാണ്. പക്ഷെ നിങ്ങൾ കൊടുക്കുന്നത് പുറത്തൊരാൾക്കാണെങ്കിൽ അത് കച്ചവടം പോലെ തന്നെയാണ് സർക്കാർ കാണുന്നത്. അപ്പോൾ അതിന് ഉയർന്ന ടാക്സ് ഉണ്ട്. ഇനി എന്താണ് നമുക്ക് നോക്കേണ്ടത്? നമ്മൾ ഓൾറെഡി കോസ്റ്റ് കണ്ടു കഴിഞ്ഞു. കോസ്റ്റ് നമുക്ക് മനസ്സിലായി, അത് ഗവൺമെൻറ് ടാക്സ് കിട്ടി. ഇനി അറിയേണ്ടത് ഈ ആധാര എഴുത്തുകാർക്ക് എത്ര കൊടുക്കണമെന്നാണ്. ആധാര എഴുത്തുകാർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്, അതായത് 8 ലക്ഷം അതിലും മേലെ, അല്ലെങ്കിൽ ഇത് 1 കോടിയാണെങ്കിലും 8 ലക്ഷത്തിന് മേലെ നിങ്ങൾക്ക് പർച്ചേസ് എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ 7,500 രൂപ മാക്സിമം ആണ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സർക്കാരിൻ്റെ ചട്ടപ്രകാരം ആധാര എഴുത്തുകാരൻ്റെ ലൈസൻസ് പ്രകാരം അവർ പരസ്പരം അംഗീകരിച്ചിട്ടുള്ളതാണ്. മാക്സിമം 7,500 രൂപ. ഈ വർഷം വരെ അതാണ് അവസ്ഥ. 2022 ഞാൻ പറയുന്നത്. 7,500 കൊടുത്താൽ മതി. ഇക്കാലത്ത് 8 ലക്ഷത്തിൽ മേലെയാണ് എല്ലാ ആധാരങ്ങളും നടക്കുന്നത്. ഇനി
ഇൻ കേസ് നിങ്ങൾക്ക് അദ്ദേഹം 10,000 രൂപ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് റെസിപ്റ്റ് മേടിച്ച് കയ്യിൽ വയ്ക്കുക. പേയ്മെൻറ്റ് റെസിപ്റ്റ് പരിപൂർണ്ണമായിരിക്കണം. എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവണം. സ്റ്റാമ്പ് ഒപ്പം എല്ലാം ഉണ്ടായിരിക്കണം. പേര് ലോക്കൽ SROയിലും അത് ലോക്കൽ SRO റിപ്പോർട്ട് ചെയ്യുന്ന റെസ്ട്രിക്റ്റ് ഓഫീസിലും നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ഇനി എവിടെയാണ് ഈ ഡോക്യുമെൻറ്റ് റൈറ്റിംഗ് ഫീസ് സർക്കാർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്? വീണ്ടും നിങ്ങൾ SRO വെബ്സൈറ്റിൽ പോവുക. അവിടെ ക്വയറീസിൽ പോയി കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് റൈറ്റിംഗ് ഫീ കാണാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് ഇത് എവിടെയും കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സ്ക്രീൻഷോട്ടിൽ അടിയിൽ ഡോക്യുമെൻറ്റ് റൈറ്റർ ഫ്രീ ഉണ്ട്, ഡോക്യുമെൻറ്റ് റൈറ്റർ ഫീ ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അപ്പോൾ അത് മനസ്സിലായല്ലോ, 7,500 രൂപ. ഇനി വാല്യുവേഴ്സ് എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ്. ക്ഷമിക്കണം. വാല്യുവേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? വാല്യുവേഴ്സ് എന്ന് പറയുമ്പോൾ എൻജിനീയേഴ്സാണ്. അവർ 2,500 രൂപ ചാർജ് ചെയ്ത് തന്നെ 2020 2,500 രൂപ ചാർജ് ചെയ്തു. ഡോക്യുമെൻറ്റേഷനും അതായത് DTP കോഴ്സിനും എനിക്ക് 2020 വർഷം 2020 2,000 രൂപയായി. അവരെന്തൊക്കെ ചെയ്യണമെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിഞ്ഞു? നിങ്ങളുടെ ചിലവ് അറിഞ്ഞു, നിങ്ങളുടെ പർച്ചേസ് എമൗണ്ട് അറിഞ്ഞു. ഇത്രയും വേണ്ടുള്ളൂ അറിയാൻ. ഇനി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വഴിയുണ്ട്. ഒന്നല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് എൻ്റെ കോൾ സെൻ്റർ ഉണ്ട്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അവരോട് വിളിച്ച് ചോദിച്ചാൽ ആധികാരികമായിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയാൻ പറ്റും. കൂടാതെ SRO ഓഫീസുണ്ട്, അവിടെ അറിയാം. ഇതൊക്കെ ഈ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പാർട്ട് 5 ആധാരം എങ്ങനെ എഴുതാമെന്നുള്ള ആ വീഡിയോയിൽ ഈ പറയുന്ന 1.17 എന്ന് പറഞ്ഞ ടൈമിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് കേൾക്കാൻ പറ്റും. അത് കേട്ട് വേണ്ടത് ചെയ്യണം. വിളിച്ചാൽ മതി, അവരെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതാണ് ആധികാരികം. പിന്നെ ഡിസ്ക്ലെയിമർ, വളരെ സിൻസിയറായിട്ടാണ് എഫേർട്ട് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാക്സിമം എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ പൂർണ്ണതയോ ഈ പറഞ്ഞതിൻ്റെ പൂർണ്ണതയോ ആധികാരികതയോ ഞാൻ അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ മുന്നിലേക്ക് നിങ്ങൾ ചെയ്യുന്ന ആധാരമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും നിങ്ങളുടേതായ ഭാഗത്തുനിന്ന് കൃത്യമായ ശ്രദ്ധ നിങ്ങൾ ചെലുത്തണം. നിങ്ങളുടെ പ്രവർത്തികൾക്ക് കോട്ടം വരാതിരിക്കാൻ വേണ്ടി എല്ലാം സ്വന്തം ഉത്തരവാദിത്തം തന്നെ ചെയ്യണം എന്ന് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായിട്ട് ഈ ഗൈഡൻസ്, അതായത് എനിക്ക് കിട്ടിയ ഈ അനുഭവം നിങ്ങളായിട്ട് പങ്കുവച്ചപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. കൂടാതെ എന്നെ കേട്ടതിലും വളരെ നന്ദി. നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം.